മഞ്ചേരി ബോയ്സിന്റെ കലാപ്രയാണത്തിലെ ഒരു കുതിരപ്പവൻ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മ്യൂസിഷ്യൻ, കമ്പോസർ എന്നീ നിലകളിൽ പ്രശസ്തനായ അദ്ദേഹം സംഗീതം കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ വിദഗ്ധനുമാണ്. സ്വാഗതം ശ്രീ രാജുവാണോ. സർവീസിൽ എത്ര കാലമായി സർ? ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ്. കഴിഞ്ഞ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ബോയ്സിന്റെ കലാപ്രയാണത്തിൽ ഒരു മികച്ച പങ്ക് വഹിക്കാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ കുറഞ്ഞ കാലഘട്ടത്തിലെ നേട്ടങ്ങൾ? കഴിഞ്ഞ വർഷം മ്യൂസിക്കിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും, അതായത് സംഘഗാനം, ദേശഭക്തിഗാനം, അത് UP ഹൈസ്കൂള്, അതുപോലെ ഹയർ സെക്കൻഡറി, പിന്നെ സംസ്കൃതോത്സവം, അങ്ങനെയുള്ള എല്ലാ മേഖലയിലുള്ള സംഗീത വിഭാഗങ്ങളിലുള്ള മത്സരങ്ങളിലെല്ലാം നമ്മളിവിടുന്ന് സബ് ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടി, ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി, അങ്ങനെ സ്റ്റേറ്റിൽ പോയി എല്ലാവർക്കും A ഗ്രേഡ് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഒരു 28 ഐറ്റംസാണ് നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് മാത്രമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ 28 പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുപ്പിക്കാനായത് കഴിഞ്ഞ വർഷമാണെന്ന് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മികവ് പരിപാടിയെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. PTA, അതുപോലെ ഈ ബോയ്സിൻ്റെ അധ്യാപക രക്ഷാകർതൃ സമിതിയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് നല്ല ആഘോഷമായിട്ട് ഒരു വാർഷികം പോലെ വാർഷികം സംഘടിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊരു മികവ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അത് ഇപ്രാവശ്യം തുടരാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ സബ് ജില്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇപ്രാവശ്യവും നമ്മൾ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ സംഗീതത്തിൻ്റെ വിഭാഗങ്ങളിലെല്ലാം കുട്ടികൾക്ക് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഇനി ജില്ലയിൽ മത്സരങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എല്ലാ കലോത്സവങ്ങളിലും തനതായിട്ടുള്ള ഒരു സ്വാഗതഗാനം ചിട്ടപ്പെടുത്തുന്നു. ബോയ്സിന്റെ പേര് ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ കേൾക്കുന്നു. എന്താണ് ഇതിനായിട്ടുള്ള ഒരു മുന്നൊരുക്കമായിട്ട് സാറ് നടത്താറുള്ളത്? ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ മുന്നൊരുക്കങ്ങളായിട്ടൊന്നുമില്ല. നമുക്ക് ഇപ്പം ഞാനിവിടെ മഞ്ചേരിയിൽ ഇപ്പോൾ രണ്ടാമത്തെ വർഷമായിട്ടാണ് ഇവിടെ ബോയ്സിൽ ജോയിൻ ചെയ്തെങ്കിൽ പോലും ഒരു 15 വർഷക്കാലമായിട്ട് മഞ്ചേരി എന്ന സ്ഥലത്ത് എനിക്ക് പരിചിതമായിട്ടുള്ളൊരു ഇടമാണ്. എൻ്റെ നാട്ടിലെ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ് ഞാൻ. പക്ഷെ ആ ഒരു സ്ഥലത്ത് കൂടുതൽ സമയം അതിനേക്കാൾ കൂടുതൽ ഞാൻ മഞ്ചേരിയിൽ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഇവിടെ അപ്പോൾ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ എനിക്ക് ഈ ഏരിയയിൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിവിടെ സർക്കാർ സർവീസിൽ കയറി വന്ന സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു. കാരണം പരിചിതമായിട്ടുള്ള ഒരാൾ കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും പരിപാടികളിലൊക്കെ എന്നെ പങ്കെടുപ്പിക്കാറുണ്ട്. അപ്പോൾ കലോത്സവം വന്ന സമയത്ത് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു, മാഷെ ഇങ്ങനെ സ്വാഗതഗാനം ചെയ്താലോ. അപ്പോൾ ഈ മഞ്ചേരി മാത്രമാണ് ചെയ്യാത്തത്, ബാക്കി എല്ലാ സബ് ജില്ലകളും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ കഴിഞ്ഞ തവണ നമ്മൾ സ്വാഗതഗാനം ചെയ്തു. അപ്പോൾ സ്വാഗതഗാനം ചെയ്ത ആ DD സാറ് കണ്ടിരുന്നു. അവിടുത്തെ കഴിഞ്ഞ വർഷത്തെ രമേശ് സാറായിരുന്നു DD. അദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേരി ഉപജില്ലയിലെ സ്വാഗതഗാനമായിരുന്നു മലപ്പുറം ജില്ലയിലെ മികച്ച സ്വാഗതഗാനം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോംപ്ലിമെന്റ് ഉണ്ടായിരുന്നു. അതെ. ഇപ്പോൾ സബ് ജില്ലാ മത്സരങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ഇത്രയും ഇന്നത്തെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ UPയുടെ ദേശഭക്തിഗാനമായിരുന്നു. അതിൽ ഫസ്റ്റ് ഉണ്ട് കുട്ടികൾക്ക്. പിന്നെ അതുപോലെ ഹൈസ്കൂളിൻ്റെ സംഘഗാനം, ഹയർ സെക്കൻഡറി സംഘഗാനം, ഇത് രണ്ടെണ്ണത്തിലും ഫസ്റ്റ് ഉണ്ട് കുട്ടികൾക്ക്. ജില്ലയിലേക്ക് സെലക്ഷൻ ഉണ്ട്. പിന്നെ UPയുടെ ഇപ്പോൾ ഈ ലാസ്റ്റ് ഈ വേദിയിൽ നടന്നത് UP സംഘഗാനമായിരുന്നു. അതിനും കുട്ടികൾക്ക് ജില്ലയ്ക്ക് സെലക്ഷൻ നടന്നിട്ടുണ്ട്. മഞ്ചേരി ബോയ്സിൻ്റെ അല്ലെങ്കിൽ മഞ്ചേരിയുടെ പേര് ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ഉയർത്താൻ ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.